നമ്മൾക്കൊരു ഓട്സ് പുട്ട് ഉണ്ടാക്കിയാലോ? ഓട്സ് പുട്ട് ഉണ്ടാക്കുവാനായി ഞാൻ ആദ്യം ഓൾഡ് ഫാഷൻഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഓട്സിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചു കഴിഞ്ഞ് എത്ര കപ്പ് ഉണ്ടെന്ന് ഞാൻ പറയാം. ഓട്സ് പൊടിച്ചതിന് ശേഷം 3 കപ്പ് പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. നമ്മുടെ മെഷറിംഗ് കപ്പിന് 3 കപ്പ് പൊടിയുണ്ട്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഒരു പാനിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിൽ ഇളക്കി വറുത്തെടുക്കണേ. നമ്മൾ ഈ പൊടി വറക്കുന്നത് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണം വരുവേ. ഈ ഓട്സ് ഇങ്ങനെ വറുത്ത് വരുന്നതിൻ്റെ ഒരു നല്ല മണം വരും. പിന്നെ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യും. അതാണ് നമ്മുടെ സൈൻ ഇതെപ്പം തീ ഓഫ് ചെയ്യണമെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത പൊടിയെ മാവ് നനയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ ഒത്തിരി പാത്രം എടുത്ത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പാത്രം നമ്മൾ പൊടി നനയ്ക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടി നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. നമ്മൾ പൊടി നനയ്ക്കുന്നതിന് മുൻപ് ഇതിൽ നിന്ന് 2 സ്പൂണ് പൊടി നമ്മൾ മാറ്റി വെക്കണേ. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ 2 സ്പൂൺ പൊടി മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉപ്പ് എല്ലായിടത്തും എത്തുവാനായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എത്ര ആവശ്യം വരുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കുറേശ്ശെ കൊടുത്ത് ഇളക്കാം. എന്നിട്ട് ഞാൻ പറയാം ലാസ്റ്റിൽ എത്ര വെള്ളം യൂസ് ചെയ്തു എന്നുള്ള കാര്യം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വീണ്ടും ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ കട്ട പിടിക്കുന്ന പോലെ തോന്നും, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതൊന്നും സാരമില്ല, അതൊക്കെ ശരിയാകും. ഇപ്പോൾ നമ്മുടെ മാവ് ശരിയായി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി വന്നു 3 കപ്പ് പൊടിക്ക് കേട്ടോ. 1 കപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി വന്നു. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതിനെ കിട്ടണം. നമ്മൾ വിചാരിക്കും ഇത് ഒത്തിരി വെള്ളം കൂടി പോയില്ല, ഇതെങ്ങനെയാണോ പുട്ടുപൊടി ഇരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഇത് ഫുഡ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ. അന്നേരമാണ് ഇത് പൊടിയായിട്ട് വരുന്നത്. ഇനി ഇതിനെ നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ എൻ്റെ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പൊടി ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് മിക്സി ആണെങ്കിലും യൂസ് ചെയ്യാം. മിക്സി യൂസ് ചെയ്യുന്നവർ പൾസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മാവ് ഇട്ടിട്ട് ഇതിനെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. എൻ്റെ ഫുഡ് പ്രോസസ്സറിൻ്റെ ജാർ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ മുഴുവൻ പൊടിയും ഇട്ടിട്ടുണ്ട്. ചെറിയ ഫുഡ് പ്രോസസ്സർ ആണെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ. മിക്സിയിലാണെങ്കിലും 2 പ്രാവശ്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. നമുക്കത് മിക്സി കറങ്ങാനായിട്ടുള്ള സ്ഥലം വേണമല്ലോ. ഫുഡ് പ്രോസസ്സറിൻ്റെ വലിയ ജാർ ആയതുകൊണ്ട് ഞാൻ മുഴുവൻ പൊടിയും ഫസ്റ്റ് ടൈം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഞാൻ ഈ പൊടി മാറ്റി വെച്ചായിരുന്നല്ലോ, ആദ്യം 2 സ്പൂൺ പൊടി മാറ്റി വെച്ചായിരുന്നു. ഈ പൊടി നമ്മൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. പൊടി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൾസ് ചെയ്തെടുക്കാം. ഞാനൊരു ജസ്റ്റ് 2 പ്രാവശ്യം പൾസ് ചെയ്തുള്ളൂ കേട്ടോ. നോക്കിയേ, നമ്മൾ ഇട്ട പോലത്തെ പൊടിയാണോ ഇത്? നമ്മൾ കുഴഞ്ഞ ഒരു പരുവത്തിലല്ലേ ഇട്ടത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു വന്നേക്കുന്നത് കണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ നല്ല കുഴച്ച് ഇത് മാവ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പൊടി നനയത്തില്ല. പൊടി നനയാതെ വന്നാൽ നമ്മുടെ പുട്ട് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല, നല്ലതായിട്ട് വേഗത്തില്ല. നമ്മുടെ പച്ചമാവ് പൊടി കഴിക്കുന്ന പോലെ തോന്നും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റൗവിൽ തീ കത്തിച്ച് ഇതിൻ്റെ കുടം വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് പുട്ടുകുടം എന്നാണ് കേട്ടോ. അതിനകത്ത് വെള്ളം വെച്ചിട്ട് ഞാനത് വെള്ളം ചൂടാകാനായിട്ട് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് പുട്ട് കുറ്റിക്കകത്തോട്ട് തേങ്ങായും പൊടിയും നിറയ്ക്കാം. നമ്മൾ ഫുഡ് പ്രോസസ്സറിലിട്ട് പൾസ് ചെയ്തെടുത്ത പൊടി നമ്മൾ കുഴയ്ക്കാനെടുത്ത പാത്രത്തിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പീര അല്ലെങ്കിൽ ഷ്രെഡഡ് കോക്കനട്ട്. ഇത് രണ്ടുമാണ് നമുക്കിനി പുട്ടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് എങ്ങനെ നിറയ്ക്കുന്നു എന്ന് നോക്കാം. ഇതാണ് പുട്ടുകുറ്റി. ഇതിനകത്താണ് നമ്മൾ പൊടിയും തേങ്ങായും നിറയ്ക്കുവാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് അകത്തേക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതിന് ചില്ലി എന്ന് പറയും. ഈ സാധനം ആദ്യം ഈ പുട്ടുകുറ്റിക്കകത്ത് ഇടണം. ഇനിയും ഇതിനുള്ളിൽ നമ്മൾ ആദ്യം തേങ്ങാപ്പീര ഇടണം. ആദ്യം തേങ്ങാപ്പീര നമ്മൾ താഴെ പോകാൻ നോക്കുക. ഓക്കെ, ഞാൻ തേങ്ങാപ്പീര ഇട്ടു. ഇനി നമുക്കിതിനകത്ത് പൊടി നിറയ്ക്കാം. ഞാൻ ചെയ്യുന്നത് നമ്മൾ ഹാഫ് വേ പൊടി ഇട്ടു, ഇനിയും കുറച്ച് തേങ്ങാപ്പീര അതിൻ്റെ മുകളിലിടും. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പീര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും പൊടി ഇടുക.
ഇപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി തേങ്ങാപ്പീര വെക്കുക. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനിയും ഇതിന് ഒരു ലിഡുണ്ട്. ഈ ലിഡ് വെച്ച്, ഈ അടപ്പ് വെച്ച് നമ്മൾ അടയ്ക്കുക. അടച്ചിട്ട് ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പുട്ടുകുറ്റി നമ്മൾ ആദ്യമേ വെള്ളം വെച്ചല്ലോ, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ആവി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ആ ലിഡിനകത്തൂടെ നിങ്ങൾക്ക് ആവി കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി ആ ലിഡ് മാറ്റിയിട്ട് കാണിച്ചു തരികയാണ്. ആവി നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുറ്റിയിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. കണ്ടല്ലോ, നമ്മൾ ലാസ്റ്റിൽ ആ ബാക്കിൽ ഒരു സാധനം വെക്കണമെന്ന് പറഞ്ഞല്ലോ, അതാണ് ആ സാധനം. അതാണ് ഈ പൊടിയെ എല്ലാം അതിനകത്ത് കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മനോഹരമായ ഓട്സ് പുട്ട് റെഡി ആയി കഴിഞ്ഞു. 4 പുട്ട് എനിക്ക് 3 കപ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള, രുചികരമായ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.